ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയന്റെ ഉപദേശങ്ങളായിട്ട് അബിക്ക് പറഞ്ഞു കൊടുക്കുവാണ്, നിന്നെ അയ്യപ്പസ്വാമി ശിക്ഷിച്ചതാണെന്നും പറഞ്ഞു. അതുമാത്രമല്ല, അനന്തപുരി തറവാട്ടിൽ കാലങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നത് നിനക്കാണ്. ഇനിയെങ്കിലും നീ പലതും അതുകൊണ്ട് തന്നെ ത്യജിക്കണം, പല ദുർശീലങ്ങളും ത്യജിക്കണമെന്നും ഇങ്ങനെ പറയുമ്പോൾ, വന്യമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണെന്ന് പറഞ്ഞു. 4 മണിക്ക് കൊടും കാട്ടിലൂടെ ഞാൻ നടന്നു വന്നത് എൻ്റെ പേഴ്സും പോയി, എൻ്റെ മൊബൈലും പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ഇവരോട് പറയാം. ഇനി അതൊക്കെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും എന്ന് ചോദിച്ചപ്പം, ഏതായാലും എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ ഇനി അതുവരെ മഹാഭാഗ്യമാണെന്ന് കരുതിക്കോളാനും പറഞ്ഞു. എടാ നീ വന്ന് വണ്ടിയിൽ കയറിക്കാന്നും പറഞ്ഞുകൊണ്ട് ആദർശം എന്നിട്ട് വിളിച്ചുകൊണ്ട് പോവുക ഇവരെ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇവർ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോരുകയും ചെയ്തു. അങ്ങനെ അവരവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന അനന്തപുരി തറവാടാട്ടോ. ആ അനന്തപുരി തറവാട്ടിൽ എല്ലാവരും ഇങ്ങനെ കൂടിയിരിപ്പുണ്ട്, അച്ഛനും അമ്മയും ഒക്കെ. മനുഷ്യരോട് കള്ളങ്ങൾ പറയാം, പലതും മറച്ചു വെച്ച് സംസാരിക്കുകയും ചെയ്യാം. എന്നാലേ ദൈവങ്ങളോട് അത് പറ്റത്തില്ലെന്നും അതാണ് നിന്റെ മോന് സംഭവിച്ചതെന്നും ജലജയോട് അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ, വീട്ടിലെ ആണുങ്ങൾ വ്രതമെടുത്ത് മലയ്ക്ക് പോകുമ്പോഴേ വീട്ടിലെ പെണ്ണുങ്ങളും കള്ളത്തരം പറയാതെ ഭയഭക്തിയോടെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ പറയും. അപ്പം നീ ഇത് ആരെയും ഉദ്ദേശിക്കുന്നേ എന്ന് അമ്മ ചോദിച്ചു. വേറെ ആരെയും, അവൻ്റെ ഭാര്യ തന്നെയാണെന്ന് പറഞ്ഞു ജലജ. വീട്ടിലുള്ള പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ അതിൽ നീയും പെടത്തില്ലേ എന്ന് അച്ഛൻ അന്നേരം ജലജയോട് ചോദിച്ചു. നവ്യമോള് വരുന്നതിന് മുൻപ് നിന്റെ മോൻ്റെ സ്വഭാവമൊക്കെ നല്ലതായിരുന്നോ? നിന്റെ സ്വഭാവം നല്ലതായിരുന്നോ? ആദ്യം അമ്മമാർ നന്നാവാൻ നോക്കുക, എന്നിട്ട് മതി മറ്റു മരുമക്കളെ വിമർശിക്കാനായിട്ടെന്നൊക്കെ പറയുമ്പോഴും അത് ശരിയാണെന്ന് നമ്മുടെ ദേവയാനി പറഞ്ഞു കേട്ടോ. അവൻ എനിക്ക് വേണ്ടി അമ്പലത്തിലെ ശയനപ്രദക്ഷിണം നടത്തിയെന്ന് നീയൊക്കെ എന്നോട് പറഞ്ഞിരുന്നില്ലേ എന്ന് ദേവയാനി അന്നേരം ചോദിച്ചേ. ജലജ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. ഇത്തവണ മലയ്ക്ക് പോകുന്നത് എൻ്റെ ആരോഗ്യം നന്നാവാൻ വേണ്ടിയിട്ടാണെന്ന് നീ അവനും എന്നോട് പറയുകയും ചെയ്തില്ലേ എന്ന് ദേവയാനി ചോദിച്ചു. അതിനൊന്നും ജലജയ്ക്ക് മറുപടിയില്ല. അങ്ങനെയാണെങ്കിൽ അവന് മല ചവിട്ടാനേ പറ്റത്തില്ലായിരുന്നു എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ജലജ ഒന്നും മിണ്ടുന്നില്ല. നീ എന്തോന്നും മിണ്ടാത്തതെന്ന് അച്ഛൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിലേക്ക് ഒരു വണ്ടിയുടെ ഓൺ കേട്ടു. നോക്കുമ്പോൾ അവരെല്ലാവരും വന്നേക്കുവാ. ചട്ടി ദേ വരുന്നു നമ്മുടെ അഭിമൻ. അപ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ഒത്തിരി സന്തോഷമായി, മലയ്ക്ക് പോയിട്ട് ഇവരെല്ലാവരും വന്നല്ലോ. അങ്ങനെ അവരെല്ലാവരും വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദേ നവ്യയും അതുപോലെ തന്നെ ജാനകി ഇറങ്ങി വന്നു. നവ്യാണെങ്കിൽ ഓടി ഇറങ്ങി വരും കേട്ടോ. അപ്പം സ്വാമിയെ പരീക്ഷിക്കാൻ നോക്കിയല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുക അഭിയോട്. ഏതായാലും അതിൻ്റെ ഇരട്ടി പരീക്ഷണം സ്വാമി തിരിച്ചും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ ഇത്രയും ദിവസം എങ്ങനെ വ്രതം പിടിക്കുമെന്ന് ഞാനും അച്ഛനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു. അത് നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യായിരുന്നു. പിന്നെ നീ ചെയ്ത കാര്യങ്ങളൊക്കെ നവ്യമോള് ഞങ്ങളോട് പറഞ്ഞെന്നും പറഞ്ഞു. അപ്പോൾ അഭി ഇങ്ങനെ നവ്യെ തുറച്ചു നോക്കുമ്പോൾ, നീ നോക്കുമൊന്നും വേണ്ട, ഇതൊക്കെ എല്ലാവരും അറിയേണ്ട കാര്യങ്ങൾ, അത് പിന്നെ പറയണ്ടേ എന്ന് നവ്യ ചോദിക്കുക. അപ്പോഴത്തേക്കും ജലജയ നവ്യേനെ ഒരു നോട്ടം. നിന്നോട് ഒരിക്കലെടുക്കാൻ പറഞ്ഞത് ഞാനാണെന്നും അത് മടി കൂടാതെ നീ സമ്മതിക്കുകയും ചെയ്തു, എന്നിട്ടാ വേണ്ടാത്ത പണിയൊക്കെ നീ കാണിച്ചത്. അപ്പം ഞാൻ നോൺ വെജ് ഒന്നും കഴിച്ചില്ല മുത്തശ്ശ എന്ന് ഇങ്ങനെ അന്നേരം അഭി പറയുമ്പോൾ, ആർക്കറിയാം കഴിച്ചില്ലയോ എന്ന്, നിന്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞു. ഇതൊക്കെ കേട്ട് ജലജ ദേഷ്യപ്പെട്ട് നിൽക്കാം. അപ്പം എല്ലാവരും പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വാ, ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എനിക്ക് കുളി കഴിഞ്ഞ് ഒരിടം വരെ പോകാനുണ്ട് എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു. അപ്പം അതെവിടെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്ന് ജലജ അന്നേരം പറഞ്ഞു. എന്താ ഭാര്യ വീട്ടിൽ പിന്നെ ഇവന് പോവണ്ടേന്ന് ചോദിച്ചു. അവർക്ക് കൊണ്ട് പ്രസാദം കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല, അവൻ്റെ ഭാര്യയുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവൻ മല ചവിട്ടിയത് അല്ലേടാ മോനെ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുമ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ നിന്ന് പരതുവാണേ. അയ്യോ എന്നും പറഞ്ഞുണ്ട്. അപ്പോൾ ഇതൊക്കെ ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം അതിനവക്കെന്താ കുഴപ്പമൊന്നും ജാനകി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഭാര്യയുടെ ആരോഗ്യം മെച്ചപ്പെടാൻ ഭർത്താവ് മല ചവിട്ടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അജയൻ ചോദിക്കുക ജാനകിയോട്. ഞാൻ അമ്പലത്തിൽ പോയപ്പം അവളും അവളുടെ അമ്മയും അമ്പലത്തിൽ വന്നിരുന്നു. ആ സമയത്ത് അവളെ അവളുടെ അമ്മ പിടിച്ചാ നടത്തിയതെന്നൊക്കെ പറയണം. നേരത്തെ ആദർശിന് ടെൻഷനായി, ദൈവമേ എല്ലാം അറിഞ്ഞു കാണോ എന്നുള്ള പേടി. പിന്നെ നീ ഇതിനു മുൻപ് ഒരു ദിവസം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നില്ലേ എന്ന് ചോദിച്ചു. അവൾക്ക് എന്തോ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നും അമ്മ പറയുക. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അറിയാവുന്നവരൊക്കെ അങ്ങോട്ട് കൂട്ടാൻ നോക്കുക കേട്ടോ. അപ്പോൾ അവളുടെയും ഇവളുടെയും ഒക്കെ തലയ്ക്കാ പ്രശ്നം എന്ന് ജലജ പറഞ്ഞപ്പോൾ, എനിക്ക് തലയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നെങ്കിലേ ഇപ്പം അമ്മയും അമ്മയുടെ മോനും ഈ രീതിയിൽ ഇവിടെ നിൽക്കത്തില്ലായിരുന്നു എന്ന് നവ്യ പറഞ്ഞു. ഇവളോട് സംസാരിക്കാൻ നിൽക്കാതെ മുടന്തി വന്ന ഒരുത്തം വന്നിട്ടുണ്ട്, അവനെയും കൂട്ടിക്കൊണ്ട് മോൾ അകത്തേക്ക് പോകാൻ പറഞ്ഞു നവ്യോട്. ചെല്ലടാ എന്നും പറഞ്ഞ് അച്ഛൻ അബിയെ പറഞ്ഞു വിടുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങ് കയറി പോകുന്ന സമയത്ത് നമ്മുടെ ജലജയുടെ വായിലിരിക്കുന്നതൊക്കെ കേട്ട് ഉരുളക്കുപ്പേരി പോലെ മരുമകൾ നിനക്ക് മറുപടി തരുന്നുണ്ട്. പക്ഷേ ഇവളുടെ സംസാരത്തിനുള്ള മറുപടി
അത് ഇത്രയും കാലമായിട്ടും നയനമോൾ ഇവൾക്ക് കൊടുക്കുന്നില്ല. അതാണ് ഈ രണ്ട് പെൺമക്കൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മുടെ മുത്തച്ഛൻ അന്നേരം പറഞ്ഞു. അവൾ എൻ്റെ നേർക്ക് നിന്ന് ഒരിക്കലേ സംസാരിക്കത്തുള്ള അച്ഛാ എന്ന് ദേവയാനി വലിയ ഡയലോഗ് അടിച്ചപ്പം നയനമോൾ ഒരിക്കലും നിന്നെ എതിർത്ത് സംസാരിക്കില്ല. നിന്നെ സഹായിക്കാനാണ് നിന്റെ മരുമകൾ ശ്രമിക്കുന്നത്. അത് നീ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമൊന്നും പറഞ്ഞു മുത്തച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റും പോയി. മുത്തച്ഛൻ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയപ്പോൾ മുത്തശ്ശിയും കൂടെ പോയി. ബാക്കി എല്ലാ അവളുമാരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അവിടെ. ആ സമയത്ത് ജാനകി വലിയ ചിരിയൊക്കെ ചിരിച്ച് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട്, ഇടയ്ക്ക് എപ്പോഴെങ്കിലും അനാമിക മോള് വിളിച്ചായിരുന്നോടാ എന്ന് ചോദിച്ചു. പിന്നെ ഒരുപാട് തവണ വിളിച്ചായിരുന്നു എന്ന് അനി. എന്നെ മാത്രമല്ല അയ്യപ്പനെയും വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജാനകി അന്തം വിട്ട് നോക്കാം. സന്നിധാനത്ത് ചെന്നപ്പോൾ ഭഗവാൻ എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യ സ്വാമിയെ വിളിച്ചെന്ന്. എന്താ പോരെ എന്ന് അനി ചോദിച്ച് ജാനകി നാണം കേട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം അകത്തേക്ക് പോകാമെന്നും പറഞ്ഞു ഇവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും 3 പെണ്ണുങ്ങളും കൂടെ അവിടെ നിൽക്കുകയല്ലേ. കുളി കഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ ആദർശ് അവൻ്റെ ഭാര്യയെ കാണാനായിട്ട് പോകുക. ഇനി അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുവാ ഏട്ടത്തി എന്ന് ജലജ ചോദിക്കുവാണേ. ഞാൻ പറഞ്ഞത് വല്ലത് ഏട്ടത്തി കേട്ടോ എന്ന് ജലജ ചോദിച്ചപ്പം കേട്ടു. എനിക്കറിയില്ല അവൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളതൊന്നും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാണ്. ഇപ്പോൾ ജലജ ആണെങ്കിലും ജാനകി ആണെങ്കിലും ഏതു നേരവും നയനയെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നിലും പെടാതെ ഇങ്ങനെ ആരോടും ഒന്നും പറയാതെ നമ്മുടെ ദേവേനെ ഇങ്ങനെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നവ്യയും അതുപോലെ അഭിയും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ, നീ വ്രതം തെറ്റിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ നിന്നെ അയ്യപ്പസ്വാമി വെറുതെ വിടത്തില്ല എന്ന്. നീ കേട്ടില്ല. പിന്നെ എന്തൊക്കെയായാലും ഭാര്യയായി പോയില്ലേ. പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ടാ ഞാനിവിടെ ഇരുന്നത്. അതിൻ്റെ ബലത്തിലാണ് നീ രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ, രക്ഷപ്പെട്ടതോ? എന്ത് രക്ഷപ്പെട്ടതോ നീ പറയുന്നേ എന്ന് അഭി ചോദിച്ചു നവ്യയോട്. എന്നെ എല്ലാവരും കൂടെ ചേർന്ന് കള്ളനാക്കി പോലീസുകാർ കൊണ്ടുപോയി തല്ലി. ഹോട്ടലിൽ എച്ചിൽ പാത്രം പോലും എടുക്കേണ്ടി വന്നെന്ന് പറയുമ്പം, എന്തായാലും കാട്ടിലൂടെ നടന്നപ്പോൾ തന്നെ പുലി പിടിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, അതും സംഭവിച്ചാനെ. കാട്ടിലൂടെ നടന്നപ്പോൾ ആനപ്പെണ്ടോ ശബ്ദമൊക്കെ കേട്ടായിരുന്നു. അത് വിജനമായിട്ടുള്ള ഒരു കാട്. അയ്യോ, ആ സമയത്ത് എന്തും സംഭവിക്കുമെന്ന് കരുതിയതാണെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയൊക്കെ നടന്നപ്പോൾ നീ ആത്മാർത്ഥമായിട്ട് അയ്യപ്പസ്വാമിയെ വിളിച്ചില്ലേന്ന് ചോദിച്ചപ്പോൾ, വിളിക്കാതെ പിന്നെ രക്ഷയില്ലല്ലോ എന്ന് അഭി. അതാണ് അയ്യപ്പസ്വാമിയുടെ ശക്തി. നീ വ്രതം നോക്കിയതും ശരണം വിളിച്ചതൊക്കെ വെറും തമാശയായിട്ട് തന്നെയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് നിന്നെ കൊണ്ട് വിളിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അടുത്ത തവണ വ്രതം തെറ്റിക്കാതെ മല ചോട്ടണമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ പറഞ്ഞാൽ പോരാ, പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യുകയും വേണം. നന്നായിട്ട് വ്രതം എടുത്തവരൊക്കെ ഈസിയായി മല കയറി അയ്യപ്പ ദർശനം കഴിഞ്ഞ് വന്നത് നീ കണ്ടില്ലെന്ന് ചോദിച്ചു. എന്നിട്ടിവിടെ മല മറിക്കുന്ന മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അയ്യപ്പ ദർശനം കഴിഞ്ഞ് വന്ന് നിന്റെ അനിയത്തിയും അമ്മായിയും തമ്മിലുള്ള പിണക്കമൊക്കെ മാറുമെന്നല്ലേ എല്ലാവരും പറഞ്ഞത്. എന്നിട്ട് മാറിയോ എന്ന് ചോദിച്ചപ്പം, അവർ മല കയറിയിട്ട് വന്നതല്ലേടാ ഉള്ളൂ. ചിലപ്പോൾ ഉടനെ തന്നെ അതിന് മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാലോ എന്ന് നവ്യ ചോദിച്ചേ. എന്തായാലും എൻ്റെ അമ്മായിമ്മ അല്ലല്ലോ അവളുടെ അമ്മായിമ്മ, അതുകൊണ്ട് മാറും. എന്താ നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ ശബരിമല പോലെയാണല്ലോ ആറ്റുകാൽ ദേവി ക്ഷേത്രം. അവിടെ പോയി പൊങ്കാലിട്ടാലും അവരുടെ സ്വഭാവമേ മാറാനൊന്നും പോകുന്നില്ല, നിന്റെ സ്വഭാവം. അപ്പം എന്നെ കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കരുത് കേട്ടോ. ഞാൻ ആകെ ക്ഷീണിച്ച് അവസരമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പം, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. അപ്പം തൽക്കാലം ഒന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിങ്ങനെ പതുക്കെ എങ്ങും ചെന്നിരിക്കുക. ഇന്നലെ കൊതുകടി കഴിഞ്ഞ ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറങ്ങിയപ്പോഴേക്കും എൻ്റെ കയ്യിലുള്ളതെല്ലാം കള്ളസ്വാമിയാർ അടിച്ചുകൊണ്ടും പോയി. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞപ്പം, എന്തായാലും പകുതി വഴിയിൽ നീ യാത്ര അവസാനിപ്പിച്ച നന്നായി. നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ അയ്യപ്പ ദർശനം കൂടി മുടങ്ങിപ്പോയേനെന്ന് പറഞ്ഞു നവ്യ. എന്തായാലും അവരെല്ലാവരും നിന്നെ ചുമക്കാതെ രക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞു. അതും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അഭിക്ക് കലിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പാണേ. കലിപ്പിച്ചിങ്ങനെ അവിടെ നിൽക്കുക. പറഞ്ഞു തീർന്നില്ല. അതേ നമ്മുടെ ആദർശ പ്രസാദം ഒക്കെ ആയിട്ട് നയനയുടെ വീട്ടിലേക്ക് എത്തി. അപ്പം അമ്മേനെ ആദർശേട്ടൻ എത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നയന ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും പതുക്കെ എഴുന്നേക്കെന്ന് പറഞ്ഞ് ആദർശ് ഓടി അങ്ങ് ചെന്നു. പ്രസാദം എന്ന് പറഞ്ഞ് പ്രസാദവും കൊടുത്തു. ഈ സമയത്ത് അച്ഛനും അമ്മയും ഓടി ഇറങ്ങി വന്നു കേട്ടോ. മോള് കുറച്ചു നേരമായിട്ട് മോനെ കാത്തിരിക്കായിരുന്നു എന്ന് പറയുമ്പം, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ എന്ന് ചോദിച്ചു. അബിക്ക് ഉണ്ടായ പ്രശ്നം ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ആദർശ്. മകരവിളക്ക് കഴിഞ്ഞ് പോയതുകൊണ്ട് തിരക്കൊക്കെ കുറവായിരുന്നു, നല്ല ദർശനവും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം മോൻ മലയ്ക്ക് പോയി തിരിച്ചു വരുന്നത് വരെ ഒരേ പ്രാർത്ഥനയിലായിരുന്നു മോളെന്നൊക്കെ അന്നേരം ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയാം. മല ചവിട്ടിയിട്ട് വരുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവരും പറഞ്ഞതേ. വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ മോനെ ചോദിച്ചപ്പോൾ, എന്താണെന്ന് അറിയില്ല, ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ തടസ്സമൊന്നും പറഞ്ഞില്ല നമ്മുടെ ആദർശ നേരം പറയാം. എന്തായാലും ഉടനെ അങ്ങോട്ട് വരുന്നില്ല എന്ന് തന്നെയാണ് മോളുടെ നിലപാട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് അച്ഛൻ പറയുമ്പോൾ, ഞാനിവിടെ നിർബന്ധിച്ച് കൊണ്ടുപോകാൻ വന്നതൊന്നും അല്ലെന്ന് ആദർശ നേരം പറഞ്ഞു. ഇവിടെ വന്നാലും എനിക്കിവളെ കാണാമല്ലോ എന്നും ആദർശ് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ ആദർശ മോനെ, ഇത് മോനെടുത്ത് തന്ന വീടാ, അതുകൊണ്ട് ഈ വീട്ടിൽ ഞങ്ങളെക്കാളും അധികാരം അവകാശം മോനാണെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അമ്മ പറയരുത്. എൻ്റെ വീടും ഈ വീടും ഒക്കെ എനിക്ക് സ്വന്തം വീട് തന്നെയല്ലേ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ ആദർശേട്ടൻ വാ എന്നും പറഞ്ഞ് നയനെ ഇങ്ങനെ ആദർശനെയും കൂട്ടി മുറിയിലേക്ക് പോകുക.
അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് ഒക്കെ ഒരുമിച്ച് കയറി പോകുന്നത് കണ്ടപ്പോൾ ഇവർക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. അച്ഛനും അമ്മയ്ക്കും എങ്ങനെയെങ്കിലും മോൻ്റെ അമ്മയുടെ മനസ്സൊന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴും ഒരു മാറ്റവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഗോവിന്ദേട്ടാ എന്ന് കനവ് അന്നേരം ചോദിക്കുക. അതങ്ങോടനെ ഒന്നും മാറുന്ന ലക്ഷണമൊന്നുമില്ല. മോളോട് സ്നേഹത്തിലെ ഒന്ന് സംസാരിക്കുക പോലും ചെയ്തതുമില്ല. തിരികെ ചെല്ലാനും പറഞ്ഞില്ല എന്നും പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നയനയും ആദർശവും കൂടെ ബെഡ്റൂമിലേക്ക് കയറി ചെന്നു. ആദർശിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ദേ മകരവിളക്ക് കഴിഞ്ഞു, മലയും ചവിട്ടി വ്രതവും തീർന്ന് ഞാൻ വന്നു. ഇനി ധൈര്യമായിട്ട് എനിക്ക് എൻ്റെ ഭാര്യയെ തൊടാം എന്ന് നമ്മുടെ ആദർശത്തെ നയനയോട് പറയാം. അപ്പോഴേക്കും നയന ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴേക്കും നയനയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അയ്യോ നിനക്ക് വയ്യാത്തല്ലേന്ന് ചോദിച്ചു. ഞാനതങ്ങ് മറന്നുപോയി എന്ന് ആദർശ് പറയുമ്പോൾ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ, ഞാൻ എല്ലാ അർത്ഥത്തിലും ഓക്കെ ആണ് എന്ന് നയന പറയുമ്പോൾ എന്നാൽ പിന്നെ എനിക്കപ്പം വീട്ടിലേക്ക് വന്നൂടെന്ന് ചോദിച്ചു. അപ്പോൾ വരുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ ആദർശേട്ടാ, എൻ്റെ അമ്മായിയമ്മ അമ്പലത്തിൽ വെച്ച് എന്നെ കണ്ടിരുന്നു. ആദർശേട്ടൻ മല ചവിട്ടിയ ആ ദിവസം തമ്മിൽ കണ്ടിട്ട് പോലും എനിക്ക് മുഖം തന്നില്ല അമ്മ എന്ന് പറഞ്ഞു. ശരിക്കും ഒന്ന് സംസാരിച്ചത് പോലും ഇല്ല എന്നും പറഞ്ഞു. മുഖത്തെപ്പോഴും ആ ഒരു പഴയ ദേഷ്യമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കാച്ചി വെച്ച പാലാണല്ലോ അമ്മ എടുത്ത് കുടിച്ചത്. അതുകൊണ്ട് അമ്മ കിടപ്പിലാവാൻ കാരണം ഞാനാണെന്ന് ചിലപ്പോൾ അമ്മ ചിന്തിക്കുന്നുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ ഒരു ചിന്ത അമ്മയ്ക്കിപ്പോൾ ഉള്ളതായിട്ടേ എനിക്ക് തോന്നുന്നില്ല എന്ന് ആദർശ് പറഞ്ഞു. എങ്കിലും ദേഷ്യത്തിനൊന്നും ഒരു കുറവുമില്ല ആദർശേട്ടാ, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പുരോഹിതനെ മുത്തശ്ശൻ കണ്ടപ്പോൾ മാർച്ചിൽ ഒരു ശനിമാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം കാര്യങ്ങളൊക്കെ ശരിയാകുമെന്നും പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ശനിയും ശുക്രനും ഒക്കെ അങ്ങനെ മുറ പോലെ മാറിക്കൊണ്ടിരിക്കും ആദർശേട്ടാ. ഇവിടെ ശരിക്കും മാറേണ്ടതേ മനുഷ്യരുടെ മനസ്സാണെന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോൾ അത് ശരിയാ പറഞ്ഞത്. മുൻപൊക്കെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. ഇപ്പോൾ മൊത്തത്തിലൊരു മൂഡ് ഓഫാ. അത് എനിക്ക് മാത്രമല്ല എനിക്കും അങ്ങനെ തന്നെയാണെന്ന് നമ്മുടെ ആദർശ് പറയുക. വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൻ ഒരു സമാധാനവും കിട്ടിയിട്ടില്ലെന്നും ഞാനിപ്പോൾ അങ്ങോട്ട് വന്ന അന്തരീക്ഷം കൂടുതൽ വഷളാവത്തേ ഉള്ളൂ എന്നും അനാമികയ്ക്ക് അത്ര ദേഷ്യമുണ്ട് എന്നോടിപ്പോൾ എന്ന് നയന പറയുക. എന്ന് വെച്ചാൽ അതുപോലെയല്ലേ നന്ദു അവളെ തല്ലിയതെന്ന് പറയുമ്പോൾ അതിനെ നന്ദുവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരു അനുജത്തി ചെയ്യേണ്ടത് തന്നെ അവൾ ചെയ്തത്. അനിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ ആ സംഭവത്തിൻ്റെ പേരിൽ കൂടുതൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നതെന്ന് ആദർശ് നേരെ ഇങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ അവരുടെ മുന്നിലിട്ട് അവളുടെ അച്ഛനെ ഞാൻ തല്ലിയനെന്നും പറഞ്ഞു കേട്ടോ. ഭാര്യയെയും മകളെയും നേർവഴിക്ക് നയിക്കാത്ത അയാളെ പോലെയുള്ളവർക്ക് രണ്ട് തല്ലുകൊള്ളുന്നത് നല്ല കാര്യം തന്നെയാണെന്നൊക്കെ ആദർശ് ഇങ്ങനെ അതിനോട് പറയുവാണ് ആ സമയത്ത്. ഇനിയിപ്പോൾ ഇവിടെ വന്ന് കാണാനാണോ, നിന്നെ കാണാനാണോ എനിക്ക് യോഗമെന്ന് ചോദിച്ചപ്പോൾ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആദർശേട്ടന്? ഇതിപ്പോൾ ഭാര്യ വീടാണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ആദർശേട്ടൻ്റെ വീട് തന്നെയല്ലേന്ന് ചോദിച്ചപ്പം ഞാനേ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ വാങ്ങിക്കൊടുത്ത വീടാ, അപ്പോൾ എനിക്കിത് ഭാര്യ വീട് തന്നെയാണ്, ഇതിൻ്റെ അവകാശികൾ അവരാണ് എന്നും ആദർശ് പറഞ്ഞു. എങ്കിൽ പിന്നെ അമ്മ മാറുന്നത് വരെ ധൈര്യമായിട്ട് ആദർശേട്ടൻ ഇങ്ങോട്ടേക്ക് പോര് എന്ന് നയന പറഞ്ഞു. എടി അത് പിന്നെ ആ ഒരു ജീവിതത്തിന് ഒരു സുഖമുണ്ടോ എന്ന് ആദർശ് ചോദിക്കുക. നീ എനിക്കൊപ്പം അവിടെ താമസിക്കുന്നതല്ലേ എൻ്റെ സന്തോഷമെന്ന് ഇങ്ങനെ ചോദിച്ചു ആദർശ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുന്ന ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നന്ദുവിനെ ആട്ടോ. നന്ദു ഇങ്ങനെ സ്കൂട്ടറിൽ വരുന്നു. നന്ദുവിൻ്റെ മുന്നിൽ വട്ടം ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അതിൽ നിന്ന് കുറേ പേരിങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ നന്ദു ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. അപ്പം നീ എല്ലാവരും ഒന്ന് അടിച്ചിടുന്നവളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കൊരു കൈ നോക്കിയാലോ എന്ന്. അപ്പം ഇത് വെറും ചീള് കേസ് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരിങ്ങനെ നന്ദുവിനെ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് 6 അടി പൊക്കവും അതിനതൊക്കെ തൂക്കമൊക്കെ ഉള്ള പെണ്ണാണെന്ന്. ഇറങ്ങി വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയാൾ പറയുമ്പോൾ വണ്ടി എടുത്ത് മാറ്റടാന്ന് പറഞ്ഞു നന്ദു. ആഹാ എന്നാൽ പിന്നെ വണ്ടിയോടെ ഇവിടെ അങ്ങ് കൊണ്ടുപോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചെന്ന് നമ്മുടെ നന്ദുവിനെ കൈവയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്കും നന്ദു ഒരൊറ്റ തൊഴിയായിരുന്നു. 2 അവന്മാർ ചാറ പറയാന്ന് പറഞ്ഞ് അപ്പുറം ഇപ്പുറം പോയി വീണു. പിന്നെ നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത് ഇവന്മാർ ഷോ കാണിക്കാൻ വന്ന നന്ദു അവന്മാരൊക്കെ മുടിക്കുതിനൊക്കെ പിടിച്ച് കറക്കി അവന്മാരെ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന വേറൊരുത്തൻ വന്ന് നമ്മുടെ നന്ദുവിൻ്റെ തലക്കെട്ടടിച്ചു. അങ്ങനെ നന്ദുവിൻ്റെ തലക്കെട്ടടിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ നന്ദുവിനെ പിടിച്ച് അവന്മാർ വണ്ടിയിലേക്ക് കയറ്റിയിട്ടോ. അങ്ങനെ നന്ദുവിനെയും കൊണ്ട് അവന്മാരങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ ആദർശേട്ടനുമായിട്ടുണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയം ആദർശിൻ്റെ കോള് വന്നു. അപ്പോൾ എന്തെടുക്കുവാന്ന് ചോദിച്ചു. എന്തെടുക്കാനാ, ഇവിടെ ഇരിക്കുക ആദർശേട്ടനെ ആലോചിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. ആഹാ എന്നെപ്പറ്റി ആലോചിക്കുകയാണോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ അല്ലാണ്ട് പിന്നെ എനിക്കെന്താ ആലോചിക്കാനുള്ളതെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇറങ്ങി വരുക കേട്ടോ. ദേവയാനി ഇവരുടെ സംസാരം കേൾക്കുക. അത് ആദർശ് കാണുന്നില്ല.
ദേ എന്നെപ്പറ്റി ആലോചിക്കുന്നതൊക്കെ കൊള്ളാം, നീ നിൻ്റെ ശരീരം നോക്കിക്കോളണം, നിനക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് നിൻ്റെ നടപ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവയാനി അത് കേട്ട് ഞെട്ടി നിൽക്കുക. ഇനി കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം എന്ന് കരുതി ശരീരം ഇളകുന്ന രീതിയിലുള്ള എക്സസൈസ് ഒന്നും ചെയ്യരുത്, ചെറുതായിട്ട് നടക്കുകയോ മറ്റോ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ അമ്മയ്ക്കൊപ്പം നടക്കാനൊക്കെ പോകണം എന്നും പറഞ്ഞു. നയന തൽക്കാലം വീടിന് ചുറ്റും നടന്നാൽ മതി, അതുപോലെ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണമെന്നൊക്കെ ആദർശ് പറയൂ കേട്ടോ. എൻ്റെ കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നും പിന്നെ ഇതൊക്കെ ആദർശേട്ടൻ അമ്മയോട് പറഞ്ഞാൽ മതിയെന്ന് നയന പറയുവാണേ. കരള് ദാനം കൊടുത്തവരല്ല സ്വീകരിച്ചവരാ കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് പറയുമ്പം രണ്ടുപേരും വളരെയേറെ സൂക്ഷിക്കണം, അമ്മയും നീയും. അതിൻ്റെ പേരിൽ കൂടുതൽ തർക്കമൊന്നും വേണ്ട എന്ന് ആദർശ് പറയണു. അപ്പം ആയിക്കോട്ടെ, ഞാൻ എല്ലാം അനുസരിച്ചോളാം കേട്ടോ എന്ന് നയന പറയണു. അതും ദേവയാനി കേൾക്കണം. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള ഫോൺ സംസാരം കേട്ട് ദേവയാനി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിന്ന് ആലോചിക്കുക. എന്താ ഈ പറഞ്ഞത്, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, അത് 100% ഉറപ്പാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അന്നേരം അവിടെ അമ്മ. ഈ സമയം പിന്നെ കാണിക്കും നമ്മുടെ ഗോവിന്ദേട്ടൻ അവിടെ ഇരുന്ന് ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം നയനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് കനകം വരും കേട്ടോ. അല്ല ഗോവിന്ദേട്ടാ, ഉച്ചയൂണിൻ്റെ സമയമായിട്ട് നന്ദൂട്ടം വന്നില്ലല്ലോ, 12 മണിയാകുമ്പോൾ വരുമെന്നും പറഞ്ഞാണല്ലോ പോയതെന്നൊക്കെ കനകം ഇങ്ങനെ പറഞ്ഞു. ഇതുവരെ അവൾ വന്നില്ലേ അമ്മയെന്ന് നയനെ അന്നേരം ചോദിച്ചു. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കേട്ടപ്പോൾ അവർക്ക് ടെൻഷനായി. നേരത്തെ ഒരു ഗുണ്ടാക്രമണം ഉണ്ടായതാ, അന്ന് മോളെ എല്ലാത്തിനെയും തല്ലി ഒതുക്കിയായിരുന്നു, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്നൊന്നും അറിയില്ലല്ലോ എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം അവിടെ വെച്ചിങ്ങനെ പറഞ്ഞു. അപ്പം അത് തന്നെ എൻ്റെയും സംശയമെന്ന് നമ്മുടെ നയനയും പറഞ്ഞേ. അന്ന് അനാമിക ഇവിടെ വന്നപ്പോൾ സംഭവിച്ചതൊക്കെ അച്ഛനും അമ്മയ്ക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു നയന. അന്ന് കവിളത്ത് പാടുമായിട്ട് അവൾ ഇവിടെ നിന്ന് പോയത്, ഇനി അതിൻ്റെ പ്രതികാരമായിട്ട് അവർ വല്ലതും ചെയ്തോന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അവളോട് എന്തോരം പറഞ്ഞാലും കേൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരിരുന്ന് ആദ്യം പിടിക്കുക. എനിക്ക് ഒരുത്തനെയും പേടിയില്ലെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ മുന്നിലൂടെ 4-5 പേര് വന്നാലും അവൾക്കൊന്നും സംഭവിക്കില്ല, പക്ഷേ പിന്നിലൂടെ വന്ന് അടിച്ചു വീഴ്ത്തിയാൽ എന്ത് ചെയ്യുമെന്ന് നയന ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ മോൾ ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കിക്കുക മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ നന്ദുവിനെ വിളിപ്പിക്കുക നയനെ കൊണ്ട്. പക്ഷെ ഫോൺ ഓഫാ. അപ്പോൾ അമ്മേ നമുക്കൊന്ന് പോയി നോക്കാം അമ്മേ. എനിക്ക് ആകെ ടെൻഷനാവും അമ്മേ. ഇനി ഒരു കാര്യം ചെയ്യാം, കുറച്ച് നേരം കൂടി നമുക്ക് നോക്കാം, എന്നിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദർശേട്ടനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ഓർത്ത് ഇവർ ആകെ വെപ്രാളപ്പെട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക. മോളെ, ഈ നന്ദുവും അതുപോലെ തന്നെ അനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ചാൽ തന്നെ പ്രശ്നങ്ങളൊക്കെ പകുതി അവസാനിക്കും. അത് ആ ജോത്സ്യരും കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ അവർ തമ്മിൽ ഒന്നിക്കേണ്ടവരാണെന്ന്. നന്ദു സ്നേഹിച്ച പയ്യനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്നും പറഞ്ഞതല്ലേ. അതൊക്കെ കേട്ടപ്പോൾ മുതലേ നെഞ്ചിനകത്തൊരു നീറ്റിലാണെന്ന് കനകം ഇങ്ങനെ പറഞ്ഞു. ഇനി അതും കൂടി സംഭവിച്ചാൽ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തത്തേ ഉള്ളെന്നും പറഞ്ഞു. അനാമികയും അനിയും തമ്മിൽ സ്നേഹിക്കാത്തിടത്തോളം കാലം അനി നന്ദുവിനെ തേടി വരും, അത് നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മുടെ നന്ദുവിനെ അവന്മാരവിടെ പിടിച്ചു കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുക. അപ്പോൾ നന്ദുവിനെ പുറകിൽ നിന്ന് അടിച്ചതായതുകൊണ്ട് നന്ദുവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. പാവത്തിന് ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇവന്മാർ കെട്ടിയിട്ടിരിക്കുന്നു. നന്ദു ആണെങ്കിൽ ആകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു വല്ലായ്മയിൽ അങ്ങനെ ഇരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ അഗൈൻ, ടേക്ക് കെയർ.